ഹായ്, ഞാൻ പാത്തുമ്മക്കുട്ടി. മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറക്കടുത്തുള്ള പുന്നത്തല എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഞങ്ങളുടെ വീട് ഒരു കർഷക കുടുംബമായിരുന്നു. എല്ലാതരം കൃഷിയും ഉണ്ടാക്കിയിരുന്നു ഇവിടെ. എൻ്റെ ഉപ്പ ഒരു അധ്യാപകനായിരുന്നു. വീട്ടിൽ ധാരാളം അംഗങ്ങൾ ഉണ്ടായിരുന്നു. കൂട്ടുകുടുംബമായിരുന്നു. ഉപ്പയും ഉപ്പേൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും അവരുടെ മക്കളൊക്കെ കൂടെ ആയിട്ട് ഒരു 25 പേരൊക്കെ ഉണ്ടാവും. ആ കാലഘട്ടത്തിൽ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് പെൺകുട്ടികൾ അധികമൊന്നും പഠിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഒരു 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും കല്യാണം കഴിച്ചിരുന്നു. എൻ്റെ 2 ചേച്ചിമാരും അങ്ങനെ കല്യാണം കഴിച്ചതാണ്. എന്നാൽ ഞാൻ എങ്ങനെയോ ഒരു വാശിക്ക് പഠിച്ചതാണ്. അതായത് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് SSL അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി. അപ്പോൾ അന്ന് ഞങ്ങളുടെ ക്ലാസ് പഠിക്കുന്ന ഒരു ശശി എന്ന് പറഞ്ഞ കുട്ടി, അവൻ പഠിക്കായിരുന്നു അത്യാവശ്യമായിട്ട്. അപ്പോൾ സാറിനോട് ചോദിച്ചു, ശശിയുടെ നോക്കി കോപ്പി അടിച്ചതാണോ എന്നുള്ളത്. കോപ്പിയടി എന്നുള്ള വാക്കല്ല അന്ന് ഉപയോഗിച്ച്, കണ്ടെഴുതിയതാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയി. കാരണം ആ കാലഘട്ടത്തിൽ ആൺകുട്ടികളുടെ നോക്കി എഴുതുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഇഷ്യൂ ആണ്. അങ്ങനെ ആ ഒരു വാശിക്കാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നന്നായി പഠിച്ചു. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയപ്പോൾ പ്രീ ഡിഗ്രിക്ക് ചേർക്കാൻ വേണ്ടി മിക്സഡ് കോളേജിലൊന്നും ചേർക്കില്ല, അന്ന് കോളേജിലാണ്, പ്രീ ഡിഗ്രി 82 സമയത്താണ്. അപ്പോൾ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ആണ് എന്നെ പഠിപ്പിച്ചത്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ കണ്ട ലോകമല്ല അവിടെ ഉള്ളത്, മറ്റൊരു ലോകം. പ്രീ ഡിഗ്രി ആ ഒരു ഏജും, പിന്നെ നമ്മൾ ഒരു കുഗ്രാമത്തിൽ ജനിച്ചതാണ്, യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു വീട്ടിൽ. അവിടെ ചെന്നപ്പോൾ പിന്നെ ഇതല്ല ഉയർന്ന ഫാമിലിയുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ജീവിത രീതിയെ കാണുമ്പോൾ ഞാൻ അതിശയത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അവരുടെ രക്ഷിതാക്കളൊക്കെ എല്ലാ ആഴ്ചയും വരുമ്പോൾ ബേക്കറിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ഈ കുട്ടികളുടെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞ ഡ്രസ്സുകൾ കൊണ്ടുപോയിട്ട് തിരിച്ച് പിറ്റത്താഴ്ച വരുമ്പോൾ അത് കഴുകി ഇസ്തിരിയിട്ടൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമായിരുന്നു. കാരണം നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ സ്വന്തമായിട്ട് കഴുകുകയാണ്, കുളത്തിൽ കുളിക്കുക, അങ്ങനെ പൈപ്പ് വെള്ളം പോലും ഞങ്ങൾക്ക് പരിചയമില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ തോന്നും, എൻ്റെ രക്ഷിതാക്കൾക്കൊന്നും എന്നോട് ഒട്ടും സ്നേഹമില്ല. പിന്നെ ഉപ്പ വല്ലപ്പോഴൊക്കെ വരാറുണ്ടായിരുന്നുള്ളൂ, വരുമ്പോൾ ഒന്നും കൊണ്ടുവരുമില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എല്ലാവരും രക്ഷിതാക്കളും ഇങ്ങനെ കൊണ്ടുവരും, അവർക്കൊക്കെ എന്തൊരു സുഖമാണ്, എനിക്ക് ആരുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് ഉമ്മ ഉപ്പയോട് പറഞ്ഞതായിരിക്കാം. അന്നൊക്കെ നമ്മൾ ഉപ്പമാരോട് അധികം ഒന്നും നേരിട്ട് പറയാറില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ കോളേജിൽ ചെന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉപ്പ വന്നപ്പോൾ കുറച്ച് സീറ്റ്സൊക്കെ ആയിട്ട് വന്നു. എന്നിട്ട് ഉപ്പ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഉപ്പാൻ്റെ പ്രയാസങ്ങളും ഉപ്പാക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു സ്നേഹം പ്രകടിപ്പിക്കണമെന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. പക്ഷെ അപ്പോൾ ഒരു വിഷമമായെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോഴും ഉപ്പാക്ക് എന്നോട് സ്നേഹമില്ല, മറ്റുള്ളവരുടെ കുട്ടികളൊക്കെ രക്ഷിതാക്കൾ നോക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഉള്ളിലൊരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് BEd കഴിഞ്ഞു. ഉപ്പ എന്നെ ജോലിക്കൊക്കെ ചേർത്തു. കല്യാണം കഴിഞ്ഞു. വീട് വെക്കാൻ സമയത്തൊക്കെ ഉപ്പ നന്നായിട്ട് സഹായിച്ചു. അത് കഴിഞ്ഞൊക്കെയാണ് ഞാൻ ഈ ലൈഫ് സ്കിൽ കോഴ്സുകളൊക്കെ പഠിക്കുന്നത്. ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം, കുട്ടികളൊക്കെ വരച്ച് വലുതായതിന് ശേഷമാണ് ഈ കോഴ്സുകളൊക്കെ പഠിക്കുന്നത്. അതായത് മൈൻഡ് പവറും പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ, അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കുറേ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നന്ദി പറയേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ പഠിച്ചപ്പോൾ. എല്ലാ ദിവസവും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം എന്നൊക്കെ പഠിച്ചപ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ ഉപ്പയോട് നന്ദി പറയാൻ തുടങ്ങിയതും. നന്ദി പറയാൻ തുടങ്ങിയപ്പോഴാണ് ഉപ്പ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഉപകാരങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അപ്പോഴേക്കും ഉപ്പ മരണപ്പെട്ടിരുന്നു. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ ആ സ്നേഹം ഉപ്പയോട് അറിയിക്കാനും എൻ്റെ നന്ദി അറിയിക്കാനൊന്നും പറ്റിയില്ല. അത് എന്നും എനിക്ക് റിഗ്രറ്റായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാനിപ്പോഴും ആ നന്ദി പറയൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നന്ദി പറയുമ്പോൾ ഉപ്പയെ ഓർക്കാത്തൊരു ദിവസം പോലും ഇല്ല. അത്രയും ബുദ്ധിമുട്ടിയിട്ട് പോലും നമുക്ക് അങ്ങനെയും ചെയ്തു തന്നത് തിരിച്ചറിയാനുള്ളൊരു കഴിവ് അന്നുണ്ടായിരുന്നില്ല. ഇപ്പം പലപ്പോഴും നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ. അതായത് കുട്ടികൾക്ക് നന്ദിയില്ല,
പിന്നെ രക്ഷിതാക്കൾ എത്ര സഹായിക്കണം, എന്നിട്ട് കുട്ടികൾ ദൂർത്തടിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ തിരിച്ചറിയുന്നില്ല. എൻ്റെ അതേ അനുഭവം അവർക്കുണ്ടാവും. അവർ തിരിച്ചറിയുന്നില്ല ഈ നന്ദി പറയേണ്ടതിൻ്റെ പ്രാധാന്യം. നമ്മളെവിടെയും പഠിക്കണില്ല. ഇപ്പോൾ ഡിഗ്രി PG ഒക്കെ ഞാൻ പഠിച്ചെങ്കിലും ഞാൻ ഒരിടത്തും നന്ദി പറയണം എന്നുള്ളത് പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ കുട്ടികൾക്കും അത് അറിയില്ല. അതുമാത്രമല്ല, ഈ നന്ദി പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷവും സമാധാനവും ഒന്നും ആരും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് ആരും നന്ദി പറയാത്തത്. ഇപ്പോൾ ഞാനത് തിരിച്ചറിഞ്ഞ മുതൽ എനിക്ക് ആരും ഉപകാരം ചെയ്താലും നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉള്ളിൽ പറയും. നേരിട്ട് പറയാൻ പറ്റിയ മക്കളോടാണെങ്കിലും ഒക്കെ നേരിട്ട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. ഇപ്പം നമ്മൾ ബസ്സിലാണ് പോകണമെങ്കിൽ ബസ് ഇറങ്ങുമ്പോൾ സാധാരണ ദീർഘയാത്രയൊക്കെ ആണെങ്കിൽ ഞാൻ പറയാറുണ്ട്, സേഫായി ഇവിടെ എത്തിച്ചതിന് നന്ദിയുണ്ട് കേട്ടോ, നിങ്ങൾ നന്നായി ഡ്രൈവ് ചെയ്തു എന്ന് പറയാറുണ്ട്. അപ്പം ഈ പറയണ നമുക്കും ഒരു സന്തോഷമുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം എത്രയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠമാണ് നന്ദി പറയുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, രക്ഷിതാക്കൾക്ക് തോന്നുകയാണ് കുട്ടികൾക്ക് നന്ദിയില്ല എന്ന് തോന്നുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നന്ദി പറയുന്നതിൻ്റെ പ്രയോജനം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് ജീവിതത്തിൽ നമ്മളും പ്രാവർത്തികമാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കേൾക്കുന്നവർ നന്ദി പറയാറുണ്ടെങ്കിൽ ഉണ്ട് എന്ന് കമൻറ്റിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു മാനസിക സന്തോഷം, സമാധാനം എന്താ കിട്ടിയത് നിങ്ങൾക്ക് എങ്കിൽ അതും കൂടി കമൻറ്റിൽ ഒന്ന് അറിയിക്കുക. താങ്ക് യു.